ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ പ്രകാശനങ്ങളും പ്രകീർത്തനങ്ങളും എല്ലായിടത്തും അതിവിപുലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ റബീഉൽ അവ്വലിൽ സ്വലാത്തിന്റെ പേരിലുള്ള ഈ മജ്ലിസ് നാം സംഘടിപ്പിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അവിടുത്തോടുള്ള സ്വലാത്തിനെ കുറിച്ചുമല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാനുള്ളത്? ഏതുകാലത്തെയും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കുകയും അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധമായ ഖുർആൻ വളരെയേറെ വിശേഷങ്ങളോടെയാണ് ഈ സൂക്തം അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, സ്വല്ലൂ അലൈഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. വസല്ലിമൂ തസ്ലീമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാമും നിങ്ങൾ ചൊല്ലുക. പ്രാഥമികമായി ഇങ്ങനെയാണ് ഈ ആയത്തിന് ആശയം പറയാവുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് വർഷിക്കുന്ന ഹബീബായ തങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും സ്വലാത്തിന്റെ ആവശ്യമുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ ദാസനാണ്. അല്ലാഹു മാത്രമേ അടിസ്ഥാനപരമായി ഉള്ളവനുള്ളൂ. അവന് പ്രാരംഭമില്ല, അവന് അവസാനമില്ല. പരമാധികാരിയായ അല്ലാഹു തആല സൃഷ്ടിപ്പിനെ ഉദ്ദേശിച്ചു. അപ്പോഴാദ്യമായി പടച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെയാണ്. അന്നൂറുൽ മുഹമ്മദി അല്ലെങ്കിൽ അർറൂഹുൽ മുഹമ്മദി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെയാണ് ആദ്യമായി പടയ്ക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തിന്റെ മുഴുവനും നിമിത്തമായി പടച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മുസ്ലിമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന അവ്വലുൽ മുസ്ലിമീൻ. അല്ലാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുന്ന ആളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്തഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുന്ന ആൾ, അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്ന ആൾ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആളാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരവുള്ള ആൾ. ഏറ്റവും തഖ്വയുള്ള ആൾ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത്ഖാക്കും ബില്ലാഹി വഅഖ്ശാക്കും ബിഹി അനാ. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവന്റെ കരുണാ കടാക്ഷങ്ങൾ സദാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുകയാണ്, ആദരവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലിപ്പോൾ ഇശാഇന്റെ വാങ്കൊലിയാണ് മുഴങ്ങിയത്. നമ്മുടെ നാട്ടിൽ മാത്രം മഗ്രിബിന്റെ നിസ്കാരം ഇശാ വരെ വ്യത്യസ്ത സമയങ്ങളിലായി എത്ര ലക്ഷം ആളുകളാണ് നിർവഹിച്ചത്. എല്ലാവരും മദീനയിലുള്ള രാജാവിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നിസ്കരിച്ചത്. എല്ലാവരും മദീനയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കഅബയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് മദീനയുടെ രാജാവിനെ അഭിവാദ്യം ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഇതുപോലെ ഒരു നേതാവിനെ ലോകത്തൊരു വ്യവസ്ഥിതിക്കെങ്കിലും അവതരിപ്പിക്കാനായിട്ടുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരിക്കേച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഫ്രാൻസിന്റെ രാഷ്ട്രീയ മതകീയ മതേതര മണ്ഡലങ്ങളിൽ മുഴുവനും പുതിയ ചർച്ചകൾക്ക് വകയൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആഗോളതലത്തിൽ ഒരുപാട് അപകടകരമായ ചർച്ചകൾക്ക് വഴി വന്നുകൊണ്ടിരിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന പ്രാഥമികമായ ഒരു പഠനം നടത്താൻ പോലും അവിടെയുണ്ട്. ഇപ്പോൾ ഈ മജ്ലിസിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഫ്രാൻസിലെ സംഭവങ്ങൾ, അതിന്റെ സ്ഥിതിവിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കാം. അതിൽ ഏകദേശം 1 മണിക്കൂറിലേറെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്ഷാധികാരിയായ പടച്ചവന്റെ സ്വലാത്ത് ലഭിച്ചാൽ പിന്നെ എന്താണ് വേണ്ടത്? ഒന്നിന്റെയും കുറവില്ല. വേറെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ല. പിന്നീട് അല്ലാഹു തആല അനുബന്ധമായി പറയുന്നത് വമലായികതഹു, മലക്കുകളും സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ആദരവാണ്, ഹബീബായ തങ്ങൾക്കുള്ള ഒരു അനുമോദനമാണ്. സർവാധിനാഥനായ റബ്ബ് തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെച്ചിട്ടുള്ള ഒരു അനുമോദനമാണത്. ഒരു വിദേശ പ്രതിനിധി നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ട് സ്വാഗതഗാനം ചൊല്ലിക്കും. അതുകൊണ്ട് ഈ അതിഥിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല, അതൊരു ഒഫീഷ്യൽ ചടങ്ങാണ്. പ്രത്യേകിച്ച് ഈ അതിഥിക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല, ഒന്നിന്റെയും കുറവില്ല. അതേ സമയത്ത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ വെച്ച ഒരു വ്യവസ്ഥിതിയാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, അനുഗ്രഹ വർഷം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ. എല്ലാവരെയുമല്ല വിളിക്കുന്നത്, മനുഷ്യകത്ത മുഴുവനും വിളിക്കുന്നില്ല. മനുഷ്യരിൽ നിന്ന് ഈമാനുള്ള ഹൃദയങ്ങളുടെ ഉടമകളെ വിളിക്കുകയാണ്. ഇത് പവിത്രതയുള്ളവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. ഇത് പരിശുദ്ധിയുള്ളവരോട് മാത്രമുള്ള ഒരു സംബോധനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി, നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഇനി ഇവിടെയാണ് എന്റെ മുഅ്മിനീങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. അല്ലാഹു നമ്മളോട് പറഞ്ഞു സ്വലാത്ത് ചൊല്ലാൻ. നമ്മൾ എന്താണ് ചെയ്യുക?
അല്ലാഹുവേ നിന്റെ കരുണ റബ്ബേ, അല്ലാഹുവേ നിന്റെ സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് അതേ റബ്ബിനോട് തന്നെ തിരിച്ച് പ്രാർത്ഥിക്കും. അല്ലാഹു നമ്മളോട് പറഞ്ഞു സ്വലാത്തു ചൊല്ലാൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ കൽപ്പിച്ച റബ്ബിനോട് തന്നെ പറയും അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ സ്വലാത്തു ചൊല്ലുന്നു ചെയ്യുന്നുണ്ടെന്ന്. ആ റബ്ബിനോട് തന്നെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, സ്വലാത്ത് ചൊരിയണമേ. ഇതിന്റെ അർത്ഥം എന്താണ്? ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന നിസ്സഹായതയാണ് സ്വലാത്ത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന നിസ്സഹായതയാണ് സ്വലാത്ത്. യഥാർത്ഥത്തിൽ ഈ നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഹബീബായ തങ്ങൾക്ക് വല്ലതും കിട്ടാനുണ്ടോ? തങ്ങൾക്കൊന്നിന്റെയും കുറവില്ല. ഞാൻ 10 സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും, അത് കിട്ടിക്കോട്ടെ എന്നൊരാളിൽ ലോകത്തെ വിചാരിക്കേണ്ടതില്ല. കാരണം എന്തേ? സ്വാഹിബുൽ കമാൽ എല്ലാ പരിപൂർണതയുടെയും പര്യായമാണ്. ഒരു കുറവും ഹബീബായ തങ്ങൾക്കില്ല. കളവ് പറയുന്ന നാവുകൊണ്ട്, പരദൂഷണം പറയുന്ന നാവുകൊണ്ട്, ഏഷണി പറയുന്ന നാവുകൊണ്ട്, എന്തെല്ലാമോ അരുതായ്മകൾ പറയുന്ന നാവുകൊണ്ട്, നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത് കൊണ്ട് എന്തെങ്കിലും കിട്ടാൻ മാത്രമുള്ള കുറവ് ഹബീബായ തങ്ങൾക്കുണ്ടോ? ഒരിക്കലും ഇല്ല, 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 ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നിന്റെയും കുറവില്ല, തങ്ങൾക്കൊന്നിന്റെയും പരിമിതിയില്ല. കാരണം എന്തേ? ഏതേത് മേഖലയിൽ നോക്കിയാലും വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമീ, മഹത്വത്തിലും അറിവിലും മുത്തുനബി തങ്ങളോട് അടുക്കാൻ ലോകത്താരുമില്ല. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടി ആരാണ്? വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടി. ഇനി അതിനാരെങ്കിലും വിഘാതം പറയുന്നുണ്ടെങ്കിൽ അവന്റെ വർത്തമാനം തന്നെ കേൾക്കാൻ നിൽക്കണ്ടെന്ന് ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തുൽ തൗഹീദിൽ പറയുകയാണ്. ലോകം മുഴുവനും അറിയുന്ന കാര്യമാണ്. ഈ അഫ്ളലുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ സ്വലാത്ത് കൊണ്ടൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കില്ല, നിസ്സഹായത അറിയിക്കുന്നതാണ്. അപ്പൊ ഈ നിസ്സഹായത കൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഹബീബായ തങ്ങളെ വിശദീകരിക്കുന്നു. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എനിക്ക് 10 സ്ഥാനങ്ങൾ കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ല. നിങ്ങളുടെ സ്വലാത്ത് കൊണ്ട് എനിക്ക് എന്തോ ഒന്ന് കിട്ടുമെന്ന് തങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ലാഹുവോട് നിങ്ങൾ സ്വലാത്ത് സമർപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾക്കാണ് കിട്ടാനുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോ 10 അനുഗ്രഹങ്ങൾ ചൊല്ലുന്ന ആൾക്ക് കിട്ടും. നമ്മളൊരു വോട്ട് ചെയ്താൽ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് കിട്ടും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ തങ്ങൾക്കൊന്നും കിട്ടാനില്ല, നമ്മൾക്കാണ് കിട്ടാനുള്ളത്. നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. 1000 1500 വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥി, പല സ്ഥാനാർത്ഥികൾ, 3 4 ആളുകൾ ദൈനംദിനം വന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വോട്ട് കൊണ്ട് അയാൾക്ക് ജയിക്കാൻ വേണ്ടിയാണ്. അതേ സമയത്ത് ഹബീബായ തങ്ങൾക്ക് നമ്മുടെ ഒരു സ്വലാത്ത് കൊണ്ട് ഒന്നും കിട്ടാൻ തങ്ങൾക്ക് കുറവില്ല.
എല്ലാം തികഞ്ഞ നേതാവല്ലോ സ്വാഹിബുൽ കമാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെല്ലാ തികവിന്റെയും നേതാവാണ്. അപ്പൊ തങ്ങൾക്ക് നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത്, നമുക്കാണ് 10 അനുഗ്രഹം കിട്ടുന്നത്. അതാ പ്രൈം മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർക്ക് നമ്മളൊരു പേന സമ്മാനമായി കൊടുക്കുന്നു, അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ ആയിരക്കണക്കിന് പേന കിട്ടാൻ അവസരമുള്ള ആളാണ്, അതൊരു ഇക്റാമായി കൊടുക്കുകയാണ്, അതൊരു ബഹുമാനമായി വെച്ചു കൊടുക്കുകയാണ്, അയാൾക്ക് ആവശ്യമുണ്ടായിട്ടല്ലല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ ഒന്നിലേക്കും ആവശ്യമില്ലാത്ത വിധം പരിപൂർണമായി നൽകിയിട്ടുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലസ്തു കഹയതികും ഇന്നി ലസ്തു മിസ്ലകും യുത്ഇമുനി റബ്ബി വയസ്ഖീനി. എന്തൊരു വ്യാപകമായ അർത്ഥമുള്ള പ്രയോഗമാണ്. ഞാൻ നിങ്ങളെ ആരെയും പോലെയല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്കില്ല, നിങ്ങളുടെ ആരുടെയും ആവശ്യത്തിലേക്ക് അല്ലാഹു എന്നെ വെച്ചിട്ടില്ല. എല്ലാം റബ്ബിൽ നിന്നുള്ള കടാക്ഷത്തിൽ ജീവിക്കുന്ന ഹബീബായ മുത്തൊളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ നിരന്തരമായി സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്കാണ് അനുഗ്രഹം കിട്ടാനുള്ളത്. പറഞ്ഞു വന്നതങ്ങ് പൂർത്തീകരിക്കട്ടെ. സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് പറയുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഇൻഷാ ചെയ്യാൻ എന്താണുള്ളത്? ഒന്നും ചെയ്യാനില്ല. അല്ലാഹുവോട് പറയുന്നു, യാ റബ്ബ് സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത നാവിന്റെ ഉടമകളാണ് നമ്മൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 1 വർഷം തുടർച്ചയായി പോയി വന്ന മഹത്തുക്കൾ പറഞ്ഞത് ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ രേഖപ്പെടുത്തുകയാണ്. 1 കൊല്ലം ഞാൻ പോയി വന്നു, നിരന്തരമായി പോയി വന്നു. ഒരിക്കൽ പോലും ഖാല റസൂലുള്ളാഹി എന്ന് പറയാൻ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാൻ കഴിയുമായിരുന്നു. ആരാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായിരുന്ന സ്വഹാബി. അവിടത്തേക്ക് മിസ്വാക്ക് കൊണ്ട് കൊടുക്കുന്ന സ്വഹാബി. അവിടുന്ന് എവിടെങ്കിലും ചെരുപ്പൂരി വെച്ചാൽ ആ ചെരുപ്പെടുത്ത് കക്ഷത്ത് വെക്കും, ചിലപ്പോൾ തലയിൽ വെക്കും, കൊണ്ട് നടക്കും. ഖാദിമായിരുന്ന സ്വഹാബി. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറഞ്ഞതുപോലെ സഈദ് ബിൻ മസ്ഊദിൻ ബിഖിദ്മത്തി നഅലിഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളുടെ തിരുചെരുപ്പെടുത്തിട്ട് രക്ഷപ്പെട്ടു പോയി. എനിക്കതുപോലും കിട്ടിയില്ല. ഞാൻ ആ ചെരുപ്പിന്റെ രൂപം നോക്കിയിരിക്കുകയാണ്. ഞാനതിന്റെ രൂപം നോക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കാണ്. അങ്ങനെ പറയപ്പെട്ട മഹാനായ ഖാദിമു റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ ധൈര്യം വരുന്നില്ല. അവിടുന്ന് പറയും, ഇതുപോലെ ആയിരിക്കും അവിടുന്ന് പറഞ്ഞത്. ഇതിനോട് ഖരീബം മിൻ ഹാദാ ഔ ദൂന ദാലിക ഔ ഫൗഖ ദാലിക. അത്രയും വലിയ പേടിയാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞു എന്ന് പറയാനുള്ള പേടി. എന്തെങ്കിലും ഒരു പ്രയോഗത്തിൽ മാറിപ്പോയാലോ, എന്തെങ്കിലും ഒരു ധാരണയിൽ ചേഞ്ച് ആയി പോയാലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പേടിയാണ്. ذات يوم جرى على لسانه قال رسول الله. ഒരു ദിവസം അങ്ങ് വന്നുപോയി ഖാല റസൂലുള്ളാഹി എന്ന് വന്നുപോയി. ഫതഗയ്യറ ഹാലുഹു. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാവം മാറിപ്പോയി, പേടിച്ച് അരണ്ടുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു എന്ന് പറയാൻ
കഴിയുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിക്കുമ്പോൾ അവിടുത്തെ അവസ്ഥയങ്ങ് മാറുകയാണ്. ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഇമാം മാലിക് എന്നവരെ എന്താണിങ്ങനെ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടാൽ പോരെ, എന്റെ ഗുരുവര്യന്മാരായ ഉസ്താദുമാർ നാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിക്കുമ്പോൾ അവരുടെ ഭാവം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവരുടെ മുഖത്തെ രക്തമൊക്കെ വറ്റിപ്പോയതുപോലെ. അത്രയും വലിയ തഅളീമായിരുന്നു, ബഹുമാനമായിരുന്നു. ആരാണ് പറയുന്നത്? ചില്ലറക്കാരല്ല. ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനത്ത് ദർസ് നടത്തിയ മഹാനാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നു എന്ന് ഇമാം അബൂ നുഐം തങ്ങൾ ഹില്യത്തുൽ ഔലിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും മദീനയിലൂടെ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. അങ്ങനെയെല്ലാമുള്ള മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നേരിട്ടങ്ങ് വായിക്കാൻ ധൈര്യമില്ല, പേര് പറയാൻ ധൈര്യം വരുന്നില്ല. മഹാന്മാരായ സ്വഹാബത്ത് സദസ്സിൽ ഉള്ളവർ ലാ യഹിദ്ദൂന അൻ-നദറ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കാൻ കഴിയാ? നേരെ നോക്കി എന്തെങ്കിലും പറഞ്ഞിരുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളുമാണ്. ജലാലത്ത് കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നല്ല ബഹുമാനം വേണം. പരമാവധി സ്വലാത്തുകൾ ദിവസേന ചൊല്ലണം. ആ സ്വലാത്ത് നമ്മുടെ രക്ഷയുടെ കവചമാണ്. ആ സ്വലാത്ത് നമുക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ കൽപ്പിച്ചുവല്ലോ. അപ്പൊ നമുക്ക് കഴിവില്ലെന്ന് വന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ എന്നാൽ നിങ്ങളെ മുഴുവനും മുത്തുനബി തങ്ങൾക്കങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്ക്, തസ്ലീം ചെയ്തു കൊടുത്തേക്കൂ. നിങ്ങൾ സലാം ചൊല്ലൂ എന്നാണ് അതിന്റെ പ്രാഥമികമായ വ്യാഖ്യാനമെങ്കിൽ ആത്മജ്ഞാനികളായ മഹത്തുക്കൾ പറയുന്നത് മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ അങ്ങ് വിട്ടുകൊടുത്തേക്കൂ. തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ആകട്ടെ എന്ന നിലക്ക് നിങ്ങളുടെ ജീവിതം അങ്ങ് അനുസരിച്ചു കൊടുക്കണം. തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കണം. മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുത്തേക്ക് ഒരു അജണ്ടയേ ഉള്ളൂ, ഞാൻ എന്തു ചെയ്യണം? അതാ മുത്തുനബി തങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തങ്ങളുടെ ഇഷ്ടവും താല്പര്യവും എന്താണോ അതാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ താല്പര്യം. ഒരു ഉദാഹരണം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങൾ മുഴുവനും കടന്ന അത്യുന്നതങ്ങളിലേക്ക് പോയി മടങ്ങി വന്നു. ഈ വാർത്തയെന്ന് പറഞ്ഞപ്പോൾ അക്കാലത്തെ അവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ബഹുദൈവ വിശ്വാസികൾക്ക് അവര് വിചാരിച്ചു മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വന്ന് പറഞ്ഞു വസ്വാസാക്കാം. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കറേ, നിങ്ങളുടെ നേതാവ് പറഞ്ഞു ഇപ്പോൾ വലിയ അധികപ്പറ്റാണ് പറയുന്നത്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് മാസങ്ങളുടെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വന്നു എന്ന് പറയുന്നു. വാനലോക മണ്ഡലങ്ങൾ കടന്നു പോയി എന്ന് പറയുന്നു.
അവിടെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഒരു കടുകിട ആലോചിക്കാനുണ്ടായില്ല. എന്റെ നേതാവായ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ അത് സത്യം തന്നെ, അതിൽ ലെവലേശം എനിക്ക് സംശയിക്കാനില്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന് പേര് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കുകയാണ്. ജീവിതം മുഴുവനും ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ്. വേറെ ഒരാവശ്യവും മഹാനവറുകൾക്കില്ല. അതുകൊണ്ടല്ലേ മഹാനവറുകളോട് ചോദിച്ചു, ഒരു സദസ്സിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ പറയാൻ. കൂടെയുള്ള സ്വഹാബികൾ ഒന്നാമത് പറഞ്ഞത് മുത്തുനബി തങ്ങളോട് ബന്ധപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ളത് അവരവർക്ക് ബന്ധമുള്ള കാര്യമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 കാര്യങ്ങൾ അന്നദുറു ഇലൈക, തങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യമാണ്. തങ്ങളെങ്ങനെ നോക്കിയിരിക്കുക, എന്തിനാ? ഒന്നുമില്ല, ആ നോക്കല് എനിക്ക് ഏറ്റവും വലിയ നിധിയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ നാളെ സ്വർഗീയ ആരാമത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിവാറിൽ ഒന്നെത്തിയിട്ട് അവിടുത്തെ പൂമുഖമൊന്ന് കാണാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ഞങ്ങളുടെ മജ്ലിസുകളിൽ സംബന്ധിച്ചവർ, ആമീൻ ചൊല്ലിയവർ എല്ലാവർക്കും സൗഭാഗ്യം നൽകണേ റഹ്മാൻ. ആ തിരുമുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരാജയമില്ല. തങ്ങളെ ഈമാനോടെ നോക്കിയാൽ, ഈമാൻ ഉണ്ടാവണം, ആ ഈമാനോടെ നോക്കിയാൽ പിന്നെ പരാജയമില്ല. जिस तरफ उड़ गई दम मदम आ गया उस निगाहे इनायत पे लाखों सलाम. തങ്ങളുടെ ഒരു പരിഗണനയുടെ നോട്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു പോയി, പിന്നെ ബേജാറാകാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുക അത് ഏറ്റവും വലിയ ആനന്ദമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയാണ് ഓടി വരുന്നത്. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങി. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിൽ എത്തി. ഇനി അങ്ങോട്ടുള്ള യാത്ര മുഴുവനും ദുർഘടമാണെന്നറിയാം. കാരണം മക്കയിലെ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാൻ നടക്കുകയാണ്. ഇനി മദീന വരെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ദുർഘടമായ യാത്രയാണ്. ആ യാത്രയെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു. ഇമാം ബുഖാരി അതിന്റെ ഭാഗികമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, അസ്സുഹബത യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഞാനും കൂടെ വന്നോട്ടെ. എവിടേക്കാ പോണത്? ഇത്രയും ദുർഘടമായ യാത്ര. എത്ര ദുർഘടമെന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി എന്ന് പറയുന്ന ജിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് അവിടുത്തെ മിനിസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രോവിൻസിലെ സൈനിക മേധാവി ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഗവേഷക സംഘത്തോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. മുത്തുനബി തങ്ങൾ പോയ വഴി കണ്ടുപിടിച്ചിട്ട് യാത്ര ചെയ്തു. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ആയിരുന്നു ആ പഴയ വഴി കണ്ടുപിടിച്ചിട്ട് യാത്ര ചെയ്തിട്ടൊരു മാപ്പ് തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ ആൽബം ത്വയ്ബ സെന്ററിലുണ്ട്. അദ്ദേഹം ഓരോ ദിവസവും എവിടെ ആയിരുന്നു എന്നിട്ട് രേഖപ്പെടുത്തി. ഉമ്മു മഅബദുൽ ഖുസാഇയ്യ തങ്ങളുടെ ടെന്റിൽ എത്രാം ദിവസം എത്തി, ആദ്യം എങ്ങോട്ടാണ് പോയത്, ഏത് പർവ്വതത്തിന്റെ താഴ്വരയിലൂടെയാണ് പോയത്. അദ്ദേഹം വലിയ മുഹിബ്ബാണ്. അദ്ദേഹം
അദ്ദേഹം ജിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. വലിയൊരു ഗവേഷക സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. അന്ന് മനോരമയിൽ ഇതിൽ റിപ്പോർട്ട് വന്നിരുന്നു, മാപ്പ് തയ്യാറാക്കി. ഇപ്പോൾ സൗദി ടൂറിസം ഒട്ടക സഞ്ചാരം വെക്കാൻ പോകുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. എവിടേക്ക് എത്തുവാന്ന് അല്ലാഹു അഅലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴി എത്രമാത്രം ഇന്നത്തെ വഴിയുമായി ക്രോസ് ചെയ്യുന്നു എന്ന മാപ്പ് ആ ആൽബത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന അക്കാലത്തെ യാത്ര ഇക്കാലത്തെ യാത്രയല്ല. കുന്നും മലയും കടന്നുകൊണ്ടുള്ള അന്നത്തെ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാ. ആ യാത്രയിൽ കൂടെ വരട്ടെ എന്നാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, കൂടെ വന്നോളൂ സിദ്ദീഖേ. ഫബകാ, സന്തോഷം കൊണ്ട് പൊട്ടിയങ്ങ് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ പറയാണ്, മാ റഅയ്തു അഹദൻ യബ്കി ബിഫറഹിഹി കമാ ബകാ അബീ. എന്റെ ഉപ്പ അന്ന് കരഞ്ഞതുപോലെ സന്തോഷം കൊണ്ട് ഒരാൾ കരഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തിനാണ്? മുത്തുനബി തങ്ങൾ കൂടെ പോകാനുള്ള സമ്മതം കിട്ടിയതിന്റെ സന്തോഷം. എന്ത് യാത്രയാ? ഏറ്റവും ദുർഘടമായ. അപ്പൊ തങ്ങൾക്ക് എവിടെങ്കിലും ഒരു സ്റ്റെപ്പ് കയറാൻ വേണമെങ്കിൽ കിടന്നുകൊടുത്ത് അവിടുത്തെ കാല് വെക്കാൻ എന്നെ ഉപയോഗിക്കാമല്ലോ എന്ന ചിന്തയിലുള്ള യാത്ര. ആരെങ്കിലും പിന്തുടരുന്ന സമയത്ത് പൊട്ടിക്കരയും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. എന്തിനാണ് സിദ്ദീഖെ കരയുന്നത്? അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്, അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ കരഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവിതം മുഴുവനും കൊടുത്തു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്തിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ മഹാന്മാരായ അയിമ്മത്ത് എഴുതി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മിഹ്റാബിൽ കൊല്ലപ്പെട്ടു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊല്ലപ്പെട്ടു, അലിയുൽ മുർത്തദ തങ്ങൾ കൊല്ലപ്പെട്ടു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എങ്ങനെയാണ് വഫാത്തായത്? വഫാത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് തന്നെ ഹൃദയം പൊട്ടിപ്പോയി. പിന്നെ ഒരു മസ്ലഹത്തിന്റെ ഒരു 2.25 വർഷം അത്രയേ ഉള്ളൂ. മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറയുന്നു അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോദിക്കും, അല്ലയോ മോളെ ആയിഷ, ഇതേതാണ് ദിവസം? ഞായറാഴ്ച. മാഷാ അല്ലാഹ്, നാളെ തിങ്കളാഴ്ചയാണ്. എനിക്ക് എന്റെ മുത്തുനബിന്റെ അടുത്ത് പോകാൻ പറ്റുന്ന ദിവസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്വന്തം വീട്ടിലാണ് മറമാടിയത്. തൊട്ടു അപ്പോൾ മറമാടിയ ശേഷം ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല. 35 കൊല്ലം താമസിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ശരീഫിന്റെ ബാക്കിൽ ഒരു കർട്ടൻ ഇട്ടിട്ടാണ് ആദ്യം 3 കൊല്ലം. പിന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മറമാടി. അപ്പൊ അതിന്റെ ബാക്കിൽ ഒരു കർട്ടൻ ഇട്ടിട്ട് അവിടെ കൂടി. ആകെ 40 സ്ക്വയർ മീറ്ററേ ഉള്ളൂ ആ വീട് മൊത്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. പിന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ തിരുശരീരം മറമാടി. അപ്പൊ കർട്ടൻ മാറ്റിയിട്ട് ചെറിയൊരു കെട്ട് കെട്ടി, ഒരു ചെറിയ മതിൽ, ഒരു അലമതിൽ കെട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നീണ്ട ഒരു ഖബറിന്റെ സ്ഥലമേ ഉള്ളൂ. നീണ്ട ഒരു ഖബറിന്റെ സ്ഥലം, ഒരു 17 അടി നീളം ഉണ്ടാവും, ഒരു 4-5 അടി വീതി ഉണ്ടാവും. അത്രയുള്ള സ്ഥലം. ആ സ്ഥലത്താണ് പിന്നീട് 30 വർഷത്തിലേറെ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചത്. വിശ്വസിക്കാൻ പറ്റുമോ ലോകത്തിന്? വിശ്വസിച്ചേ പറ്റൂ. ആ വീടൊന്നും മദീനയിലുണ്ട്. ആ വീടൊന്നും മദീനയിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുപത്നി, നമ്മുടെ എല്ലാവരുടെയും ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് തന്നെ ജീവിച്ചു.
ആദ്യമൊക്കെ കർട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് വാതിലുണ്ടായിരുന്നു. ചിലരൊക്കെ വന്നിട്ട് പറയും ഇക്ഷിഫീലി ഖബർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഒന്ന് കാണിച്ചു തരൂ. അപ്പൊ കർട്ടൻ മാറ്റി കാണിച്ചു കൊടുത്തപ്പോഴേക്ക് അവര് വീണ് വഫാത്തായി പോയി. ഖബർ ഷരീഫ് നേരിട്ട് കാണാൻ ആ വീട്ടിലൂടെ വരാനേ വഴിയുള്ളൂ. സന്ദർശകരുടെ ആധിക്യം കൊണ്ട് പിന്നെ അത് അടച്ചു വെച്ചു. പിന്നെ എല്ലാവർക്കും സലാം പറയുന്ന സ്ഥലത്ത് വന്നിട്ട് മതിൽക്കെട്ടിന്റെ മുമ്പ് സലാം പറയാം. ഇന്നും അങ്ങനെ നമുക്ക് പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോവും.